ആ എന്താ മണി? കുഴപ്പമൊന്നുമില്ല. ഈ ടയർ കട്ടയറായി. ആഹാ ചെയ്തോളാം. സുഖല്ലേ? അതെ പോവാം. വിളിക്കണേ. ആ ബാങ്ക് തന്നെ. ഈ കാശും കണക്ക് ഓഫീസിൽ കൊടുക്കാം. എന്നിട്ട് സുഖമായിട്ടൊന്ന് കുളിക്ക്. എന്നിട്ട് കിടന്നുറങ്ങ. ഉണ്ണാറാകുമ്പോ വീട്ടിലേക്ക്. ഞാനിപ്പോ കൂടെ അവിടെ ഉണ്ടല്ലോ കുളിമുറി കട്ടിലൊക്കെ. അത് വേണ്ട. നീ ഇവിടുത്തെ കുളിമുറി കുളിച്ച് ഇവിടുത്തെ കട്ടിൽ കിടന്നുറങ്ങിയാ മതി. ഞാൻ വീട്ടിലേക്ക് വന്ന എന്താ പ്രശ്നം? നിന്റെ കണ്ണ് ശരിയല്ല. എന്റെ കണ്ണിന് എന്താ കുഴപ്പം? നിന്റെ കണ്ണിന് ഒട്ടും പകതിരിവില്ല. അത് വേണ്ടാത്തടത്ത് കയറി നോക്കും. എപ്പോ? എപ്പോഴും. കല്യാണം കഴിഞ്ഞ പിന്നെ ചന്ദ്രേട്ടൻ എന്നോട് ഒരു സ്നേഹമില്ല. നിന്നെ സ്നേഹിക്കാം. എന്റെ ഇടത് വശത്ത് ഇന്ദ്രയും വലത് വശത്ത് നിന്നെ കിടത്താം. പോരെ? അയ്യോ എന്തുപറ്റി? പങ്കുവെക്കാനാണോ നിങ്ങൾ എന്നെ കല്യാണം കഴിച്ചത്? പങ്കുവെക്കാൻ? അതെ, എനിക്കറിയണം. ഗിരിയോട് വന്നിരുന്നോ? അപ്പൊ മനസ്സിലായി. കാര്യം പറ, എന്താ ഉണ്ടായത്? അങ്ങനെ സമ്മതിച്ചിട്ടുണ്ടോന്ന് ആദ്യം എനിക്കറിയണം. എന്താ ഉണ്ടായത്? അയാൾ അങ്ങനെ പറഞ്ഞു. അവനെത്തി. നീ ഇതെപ്പ എത്തി? നമ്മുടെ ഗോപാലൻകുട്ടി വന്നിട്ടുണ്ട്, പറവട്ടാനിക്കാരൻ. ഞങ്ങള് ചുമ്മാ ഒന്ന് കൂടി. നീ അറിഞ്ഞിട്ടില്ല? നീ അങ്ങനെ പറഞ്ഞിട്ടില്ല? അങ്ങനെ ഒരു കാര്യം ചിന്തിച്ചിട്ട് പോലും ഇല്ല. എന്തെങ്കിലും തെറ്റിയിട്ടുണ്ടെങ്കിൽ നീ എന്നെ കൊന്നു. നിന്റെ കയ്യിൽ മരിക്കാൻ ഞാൻ തയ്യാറാ. പക്ഷെ നമ്മൾ തെറ്റരുത്. ഇങ്ങനെ പോയി നമ്മൾ തെറ്റേണ്ടി വരും. എന്നെ തെറ്റിദ്ധരിക്കരുത്. നീ എന്റെ കൂടെ പുറമാടാ. നിന്റെ പെണ്ണെന്റെ പെങ്ങളാ. എനിക്കെന്റെ സ്വന്തം പെങ്ങളാടാ. മതി കള്ളക്കരച്ചിൽ. ഇനി മേലെ എന്റെ വീട്ടിൽ വരരുത്. വരില്ല. നീ പറയാണ്ട് നിന്റെ മുറ്റത്ത് ഞാൻ ചവിട്ടില്ല. ഓനെ ഒരു പെണ്ണു വന്നപ്പോ നിനക്ക് ഞാൻ ചീത്ത. വെറുതെ അവളെ കുറ്റം പറയണ്ട. പിന്നെന്താ പഴയ പോലെ ഒരു കാര്യത്തിന് നീ എന്റെ കൂടെ കൂടാതെ? അതൊരു കുടുംബമാകുമ്പോ നിനക്ക് മനസ്സിലാവും. എടാ ഗോപാലിനോട് ഒരു വാക്ക് വേണ്ടിട്ട് പോടാ. എന്തിന്? അവനിപ്പോ നാഗ്പൂര് വലിയൊരു ക്ലബിലാ. കളി എന്ന് വെച്ചാൽ അവിടെയാ ശരിക്കും കളി. വലിയ വലിയ മുതലാളിമാരും രാഷ്ട്രീയക്കാരും ലോറി ഓണർമാരും അങ്ങനെ ബടാ ബടാ കക്ഷികളാ കളിക്കണേ. വണ്ടി, ആന, ഭൂമി, പെണ്ണ്. ഞാൻ വിചാരിച്ചു ഒരു അടി കാണാന്ന്. ഈ ഗിരിയോടും ചില കടപ്പാടുകളൊക്കെ ഉണ്ട്. ലോറിപ്പേട്ടയിലെ നക്കാപ്പിച്ച കാശ് റമ്മി കളിച്ച് നടന്നവനെ ഒരു വലിയ കളിക്കാരനാക്കി വളർത്തിക്കൊണ്ടുവന്നത് ഞാനാ. ആ പെണ്ണ് അവനെ ചുരുട്ടിക്കൂട്ടിതേ ഇങ്ങനെ പിടിച്ചിരിക്കുക. ഇപ്പൊ അവള് പറയുന്നതാ വേദവാക്യം. പക്ഷെ ആരും ഇരുന്നു പോവട്ടാ. അവളൊരു കൽക്കട്ട കരിയാ ഗോപാല. അല്ല, അവനിനി ചീട്ടുകളി നിർത്തിയ പിന്നെ എന്ത് ചെയ്യും? വരുത്തി തന്നാ പോരെ. ചന്ദ്രഗിരി ട്രാൻസ്പോർട്ട് കമ്പനിയുടെ ഒരു പാർട്ണറാണ് ഞാനെങ്കിൽ എനിക്ക് അവളിലും ഒരു പാർട്ണർഷിപ്പ് വേണം. നുണയാ അയാള് പറഞ്ഞൊക്കെ കല്ല് വെച്ച നുണയാ. കൂടെ പറപ്പ് പെങ്ങള്. എനിക്കൊന്നും കേക്കണ്ട. ഇന്ദ്ര, ചന്ദ്രൻ എന്നേക്കാൾ വിശ്വാസമാണ് അയാളെ. 7-8 കൊല്ലം ഒരു അമ്മ പെറ്റ മക്കളെ പോലെ കഴിഞ്ഞവരാ. എന്തായാലും ഇനി നമുക്ക് ആ ബന്ധം വേണ്ട. അയാൾക്ക് അയാളുടെ വഴി, നമുക്ക് നമ്മുടെ വഴി. എന്തേ? എനിക്കെന്റെ പെങ്ങളെ കാണണം. ആ കാലിൽ വീണ് മാപ്പി ചോദിക്കണം. നീ ആരാ? നീ ആരാന്ന് പറയാൻ? എന്റെ സ്വന്തം പെങ്ങളാ. പെങ്ങളെ അവിടെ നിൽക്ക്. ഗിരിയേട്ടനോട് ക്ഷമിക്കുമ്പോളെ സമയവശം കൊണ്ട് സംഭവിച്ചാ കാല് പിടിക്കാൻ. നിങ്ങൾ ഇവിടെ വരരുത്. ഇല്ല, വരില്ല. ഗിരി, ഒരു കാര്യം പറഞ്ഞാൽ നിനക്ക് വിഷമം തോന്നുന്നുണ്ട്. നമുക്ക് പിരിയാടാ. എന്ത് പിരിയാണോ? നീ എന്നെ വിടുവാണോ? എന്റെ ഈശ്വര, പറയുന്നേക്കണം. നിന്റെ ഒരു ലോറിന്നാ നമ്മൾ തുടങ്ങിയത്. നമ്മൾ രണ്ടാളും കൂടെ ചീട്ട് കളിച്ച് ഉണ്ടാക്കിയ കാശിനായി കമ്പനി ഉണ്ടാക്കിയത്. പക്ഷെ ഇനി നമ്മൾ യോജിച്ചു പോകില്ല. പിരിയണമെന്നോ നിന്റെ ആശയ്ക്ക് പിരിയാടാ. നീ ആ കളിച്ച് കാശുണ്ടാക്കിയ. എനിക്ക് കളിക്കാൻ അറിയില്ലല്ലോ. എനിക്ക് എന്റെ ആ പഴയ ലോറി തന്നാ മതി. ബാക്കി എല്ലാം നീ എടുത്തോ. പക്ഷെ എനിക്ക് നിന്റെ സ്നേഹം മാത്രം മതിയടാ. സ്നേഹം മാത്രം മതി. കണ്ണു നിറഞ്ഞല്ലോ. ഇന്ദ്രയ്ക്കത് പറഞ്ഞാൽ മനസ്സിലാവില്ല. എന്റെ കയ്യിൽ ആദ്യമായിട്ടൊരു വണ്ടി തന്നത് ഇവന്. ചില കാര്യങ്ങളിൽ ഇത്തിരി തകരാറാണെങ്കിലും അവനാളൊരു പാവ. അയാളല്ല പാവം, ഈ ആളാ.
അല്ല അങ്ങനെയാണെങ്കിൽ നീ ഒരു കാര്യം ചെയ്യ്, വിജയവാഡ നേരെ കൽക്കട്ടയ്ക്ക് പോ. പക്ഷെ കൽക്കട്ടയിൽ തിരിച്ച് നമുക്കൊരു ലോഡ് കിട്ടണം. അങ്ങനെയാണെങ്കിൽ മാത്രം പോയാൽ മതി. ആ അറിഞ്ഞിട്ട് വിളിക്ക്. ഗിരിയോടെ ഗിരിയേട്ടൻ ലോഡ് പോയല്ലോ. ഏത് ലോഡ്? നമ്മുടെ ഉസ്മാൻ കൊണ്ടുപോകേണ്ട ലോഡാ ഗിരിയേട്ടൻ കൊണ്ടുപോയി നാഗ്പൂർക്ക്. അത് ശരി. ദിവാരേട്ടുണ്ടോ? ദിവാകരേട്ടൻ ചായ കുടിക്കാൻ പുറത്തു പോയി. വിജയനോ? വിജയ എന്താ? ആ വിജയ, കണക്കുകളൊക്കെ കൃത്യമായിട്ട് എടുത്തു വെക്കണം. നാളെ വക്കീലിനെ ഏൽപ്പിക്കണ്ട. എന്താ? ഒന്നുമില്ല, ചന്ദ്രഗിരി കമ്പനി പിരിയാണ്. എന്താ പ്രശ്നം? പിരിയേണ്ടത് എന്നായാലും പിരിയണം. ഞാൻ ഒരു കാര്യം ചോദിച്ചാ കളിയാക്കോ? കളിയാക്കേണ്ടതാണേ കളിയാക്കും. എന്നാ പറയില്ല. ഹാ പറയേ. കളിയാക്കില്ലേ? ഇല്ല പറ. നമുക്ക് എത്ര കുട്ടികൾ വേണം? കുട്ടികളോ? ഒരു 2 ഡസൻ ആയിക്കോട്ടെ. അയ്യോ അതൊന്നും എന്നെ കൊണ്ട് പറ്റില്ല. പിന്നെ എത്ര എണ്ണം പറ്റും? 2. ഒരെണ്ണം ചിലപ്പോ ഉടനെ തരാം. സത്യമാണോ ഇത്? ഒരു സംശയം. എന്റെ പൊന്നു മോളെ. കൊമ്പൻ. നിക്കടിയോടെ. അയ്യോ ഓടല്ലേ, എന്റെ മോള് കുലുങ്ങും. ആരാ പറഞ്ഞ മോളാണ് മോനാ? അത് നീ ആണോട് തീരുമാനിക്കുന്നത്? അയ്യോ ഈ നായിന്റെ മോനെ കൊണ്ട് ഞാൻ തോറ്റു. മനുഷ്യനൊന്ന് പ്രേമിക്കാൻ സമയക്കില്ലെന്ന് വെച്ചാ എന്തിനാടാ ഇപ്പൊ കൊണ്ട് കെട്ടിയെടുത്ത്? എന്താടാ വായ വല്ല പഴം തിരികെ വെച്ചിട്ടുണ്ടോ? എന്താടാ വല്ല പ്രശ്നമുണ്ടോ? അത് ഹൈദരാബാദിന് പോയ നമ്മുടെ ലോറി പിടിച്ചോണ്ടായി. ആര്? നാഗ്പൂർന്ന് ഒരു ഗോപാലിന്റെ ആളല്ല. ഗിരിയേട്ടനവിടെ പോയി ചീട്ട് കളിച്ച് തോറ്റു. ചീട്ട് എന്താണെന്നറിയാം. അവൻ എന്തിനാ ചീട്ട് കളിക്കാൻ പോയത്? എനിക്കറിയോ, 3 ലോറി പോയി. 3 ലോറി അവർ ആൾക്കാരെ എവിടെ നോക്കി പിടിച്ചെടുത്തിട്ടുണ്ട്. എങ്ങനെ അറിഞ്ഞു? ആഫീസിൽ ഫോൺ വന്നാ. ഞാൻ എന്താ ചെയ്യാ? ചതിയാണിത്. ഇതിലെന്തോ ചതിയുണ്ട്. ആ ഗോപാലൻ കൊണ്ടേ കുടിക്കാതാവും. അവനിവിടെ ക്ഷണിക്കാൻ വന്നപ്പോഴേ ഞാൻ തീരുമാനിച്ചു ഈ മണ്ടം പോയി ചാടുവന്നു. എന്നിട്ടും ആ തെണ്ടി എവിടെ ഉണ്ട്? അവൻ വരും. സ്നേഹമുള്ളവനാ. വണ്ടികള് പോയി എന്ന് പറഞ്ഞ അവൻ പോട്ടേന്ന് വെക്കും. പക്ഷെ ഞാനിവിടെ പെട്ട് കിടക്കാന്ന് പറഞ്ഞ അവൻ വരാണ്ടിരിക്കില്ല ഗോപാല. നീ ഇവിടെ വന്ന് കള്ളക്കളി കളിക്കാന്ന് അവന് മനസ്സിലായ എന്നെ കൊല്ലവൻ. ഗിരി അത്ര മണ്ടനാ? ഫുൾ സെറ്റപ്പായിട്ടാ ഞാൻ വന്നേക്കണേ. വിളിച്ചാ വെളിപ്പുറത്തുണ്ട് ആളുകള്. ഗോപാൽജി ചീട്ടുകൊണ്ട് കളിക്കുമ്പോ ഞാൻ തല കൊണ്ട് കളിക്കും. അതിന് തല വേണ്ട കയ്യില്. എന്റെ തല എന്റെ തന്നെ ഉണ്ടാവും. ഈ തലയില അവള് ചൂലുകൊണ്ട് അടിച്ചേ. അവൾ എന്നെ അവനെയും തമ്മിൽ തെറ്റിക്കും, അത് ഉറപ്പാ. അപ്പൊ 3.5 ലോറിയും കൊണ്ട് ഞാൻ പിരിയണം. എനിക്ക് 7 ലോറി മാത്രം പോരാ, അവളെയും കൂടി വേണം. അതെന്റെ ഒരു ആശ മാത്രമല്ല, വാശിയ.